ദേഹവിയോഗം നടന്നു. അതിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി പ്രാർത്ഥിക്കാനായി, നിത്യശാന്തി പ്രാർത്ഥിക്കാനായി ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് Reverend Father James Cherian, Dr. Rafael Ricardo, എൻ്റെ മാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ആളുകൾ പലരും ഗ്രീൻ റൂമിലൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ രംഗസംഖ്യ കുറഞ്ഞതാണ്. ഞാൻ ക്ലീവ്ലൻഡിൽ വന്നിട്ടാണ് ഈ നോയൽ എന്ന വാക്ക് കൂടുതൽ കേട്ടത്. ശരിക്കും ഞാൻ അന്വേഷിച്ചു. നോയൽ എന്ന് പറഞ്ഞാൽ മെറി ക്രിസ്മസ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. എങ്കിലും ഇതൊരു ഫ്രഞ്ച് വാചകമാണ്, വാർത്ത എന്നർത്ഥവും. അതുകൊണ്ട് മാലാഖമാർ ഇടയന്മാരോട് ദൈവപുത്രൻ്റെ ജനനം നൽകിയ വാർത്ത എന്ന അർത്ഥമുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഏതായാലും ബർത്തും നേറ്റിവിറ്റിയും ചേർന്ന മെറി ക്രിസ്മസ് എന്ന പദമാണ് ഏറ്റവും മുൻതൂക്കം. വീണ്ടും ഞാൻ കൊണ്ടോണത്തെ പറ്റി പറഞ്ഞ പോലെ ക്ലീവ്ലൻഡുകാരുടെ പരിജ്ഞാനത്തിൽ വീണ്ടും മുമ്പിലാണ്. നമ്മൾ ഇന്നൊരു വലിയ പരിപാടി വളരെ ആത്മാർത്ഥതയോടെ ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു വലിയ വേളയിൽ ശരിക്കും ഭക്തിയും വിശ്വാസവും ആഹ്ലാദവും എല്ലാം മനുഷ്യ ഹൃദയങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിന്ന് ആ ഇടത്തിൽ ദൈവപുത്രൻ്റെ ജനനം എന്ന ആ അനുഭൂതി നമ്മൾ ഏറ്റെടുക്കുകയാണ്. അതാണ് ക്രിസ്മസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം, സ്നേഹം നമുക്ക് മറ്റൊരാൾ തരുമ്പോൾ വളരെ ആനന്ദമുണ്ടാകും. പക്ഷേ എങ്കിലും സ്നേഹം ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹം നൽകുമ്പോൾ, സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം അതിലും മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും സ്നേഹം നൽകാൻ ശ്രമിക്കണം. അതാണ് ക്രിസ്മസിൻ്റെ പ്രധാന ആശയം. എല്ലാ മതങ്ങളിലും ഇത്തരം മഹത് വചനങ്ങളുണ്ട്. അങ്ങനെ ഈ മഹത് വചനങ്ങളൊക്കെ എല്ലാവരും പാലിച്ചിരുന്നുവെങ്കിൽ ലോകം എത്രയോ സന്തോഷകരമായ ഒരു സ്ഥലമായി മാറുകയും പ്രമുഖ ക്രിസ്തീയ ചരിത്ര പണ്ഡിതനായ ആർണോൾഡ് ടോയിൻബി പറയുന്നത് അത്തരം ഒരു ലോകം ഉണ്ടാകുന്നു. മനുഷ്യരൊക്കെ സ്നേഹവും നന്മയും നിറഞ്ഞു വന്ന ലോകം. അദ്ദേഹം പറയുന്നതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം വായിക്കേണ്ടതാണ്, ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എന്ന പുസ്തകം. അദ്ദേഹം പറയുന്ന കാരണം വളരെ വളരെ ലളിതമാണ്. ലോകത്തിങ്ങനെ എല്ലാവർക്കും ആറ്റം ബോംബൊക്കെ വന്നു കഴിയുന്ന കാലത്ത് രണ്ട് ആൾട്ടർനേറ്റീവ്. ഒന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും അണുബോംബ് വരുന്നത് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ സ്നേഹവും നന്മയും നടത്തി അങ്ങനെയുള്ള ഒരു ലോകം ഉണ്ടാകും എന്ന് നമുക്കെല്ലാവർക്കും ഈ വേളയിൽ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നമ്മുടെ കൂടെ റവറൻഡ് ഫാദർ ജെയിംസ് ചെറിയാൻ ക്രിസ്മസ് സന്ദേശം നൽകാൻ കുറേ ജോലിത്തിരക്കുണ്ടായി പള്ളിയിൽ പ്രധാനപരം മാറ്റിവെച്ച് നമ്മളോട് വന്ന കൂടിയ അദ്ദേഹത്തിന് ആദ്യമായി സ്വാഗതം. റവറൻഡ് ഡോക്ടർ റഫേൽ കരിക്കാട്, എനിക്കെപ്പോഴും കരിക്കാട്, അദ്ദേഹം ഇന്ന് സമ്മാനദാനം നിർവഹിക്കാമെന്ന് നമ്മളോടൊപ്പം സമയം ചെലവാക്കുന്നു. ബഹുമാനപൂർവ്വം ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുള്ളവരെ, ഇത് കഴിയുമ്പോൾ നിങ്ങൾ പരിപാടി കാണുമ്പോൾ മനസ്സിലാകും എത്ര ആത്മാർത്ഥതയോടെ, ആത്മാർപ്പണത്തോടെ നമ്മുടെ അംഗങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സ്നേഹം പകർന്നു തരാൻ പോകുന്ന
നല്ല പ്രോഗ്രാമുകൾ നടത്താൻ പോകുന്നു. അവർക്ക് ഒരുപാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്കറിയാം. അവർക്കെല്ലാം അവരുടെ സംഘാടകർ പ്രത്യേകം ഓരോരുത്തരുടെ പേര് പറഞ്ഞ് അറിയുന്നില്ല, പ്രത്യേകം ഞാൻ സ്വാഗതം പറഞ്ഞുകൊള്ളട്ടെ. ഒരു കാര്യവും എനിക്ക് പറയാനുണ്ട്. നമ്മുടെ നല്ലൊരു കൂട്ടം ആളുകൾ അതിലേക്ക് എന്ത് കാര്യത്തിനും മുൻപോട്ട് ഇറങ്ങി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭരണസാരഥികളാണ് നിങ്ങളൊക്കെ മുൻപോട്ട് വരണം. എന്നെ ഒന്ന് അറിയിക്കണം ആരൊക്കെയാണ് അതിന് തയ്യാറുള്ളത്. അതുകൂടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അത് പറഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവർക്കും നിറഞ്ഞ സ്നേഹത്തോടെ, നിറഞ്ഞ ബഹുമാനത്തോടെ എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. അടുത്തത് നമ്മൾ അവരുടെ ഫാദർ ജെയിംസ് ചെറിയാനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ക്രിസ്മസ് സന്ദേശം അല്പം താമസിച്ചു പോയി, ക്ഷമിക്കണം. Good evening, everyone. ബഹുമാനപ്പെട്ട റഫായൽ അച്ഛൻ, ആദരണീയനായ PS നായർ സാർ, കേരള അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികൾ, വന്നു ചേർന്നിരിക്കുന്നതായ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹ ആദരണങ്ങളും പ്രണാമങ്ങളും. To us a child is born, to us a son is given. The government will be on his shoulders, and he will be called Wonderful Counselor, Mighty God, Everlasting Father, and Prince of Peace. The book of Isaiah chapter 9 verse 6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കുന്നു. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു വേദി കാണുമ്പോഴും നിങ്ങളെയൊക്കെ കാണുമ്പോഴും മനസ്സിൽ ഉദിക്കുന്ന ഒരു നല്ല വാചകം എന്ന് പറയുന്നത് പണ്ട് മഹാനായ ദാവീദ് രാജാവ് എഴുതിയ വാചകമാണ്. സഹോദരന്മാര് ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര നന്മയും എത്ര സൗന്ദര്യവുമാകുന്നു. Behold how good and beautiful it is that brethren dwell together in unity. പല മതങ്ങളിൽ നിന്നും, പല ചിന്തകളിൽ നിന്നും, പലവിധമായ കാഴ്ചപ്പാടുകളിൽ നിന്നും ഒക്കെയും ഒരുമിച്ച് ഇവിടെ ചേരുവാനും ഒരുമിച്ച് ഇവിടെ കൂടുവാനും ഈ സുദിനത്തിന്റെ ഭാഗമായി തീരുവാനും നമ്മൾ ചേർന്ന് വന്നതായ ഈ അനുഭവം എന്നെ ദാവീദ് എഴുതിയതായ ആ വലിയ സങ്കീർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്നു. Behold how good and pleasant it is for brethren to dwell together in unity. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, why did Christ choose a manger of dumb animals to be born into? ഈ ലോകത്ത് മറ്റെത്രയോ നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. ഈ ലോകത്ത് മറ്റ് എത്രയോ മെച്ചപ്പെട്ട സ്ഥലങ്ങളുണ്ടായിരുന്നു ദൈവപുത്രന് ജനിക്കുവാൻ. പക്ഷെ ദൈവപുത്രൻ ജനിക്കുവാൻ തെരഞ്ഞെടുത്ത സ്ഥലം നാറ്റം പിടിച്ചതും വലിയ വൃത്തിയില്ലാത്തതും വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തതുമായ ഒരു സ്ഥലമായിരുന്നു. ഹെരോദാസ് എന്ന രാജാവിന്റെ കൊട്ടാരം വലിയ ദൂരത്തൊന്നും അല്ലായിരുന്നു. അവിടെ ജനിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. നല്ല പ്രമുഖരായ കുറെ പേരെ നാട്ടിലൊക്കെ കാണുമല്ലോ, അവിടെ ജനിക്കാമായിരുന്നു. അവിടെ എങ്ങും ജനിച്ചില്ല. തെരഞ്ഞെടുത്തത് ഒരു കാലിത്തൊഴുത്താണ്.
അന്നും ഇന്നും കാലിത്തൊഴുത്തിലേക്ക് പോയവർക്കറിയാം അതിന്റെ ഗുണമേന്മ. ഗുണമുണ്ട്, മേന്മയുണ്ട് കേട്ടോ. പക്ഷെ അതോടൊപ്പം നല്ല മണവും വൃത്തികേടും ഒരു വല്ലാത്തൊരു ഫീലിംഗ്. ഞാനൊക്കെ ജനിച്ചു വളർന്നത് പൂനെയിലാണ്. അന്നേരം ഞങ്ങള് വെക്കേഷനിൽ നാട്ടിൽ പോകുന്ന അനുഭവമാണ്. ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്ന ഒരു ചെറിയ place where the cow was, a cow shed. So every time when we went there, that was the one place that we didn't want to go to. Everything else going to Kerala was fun and was good. But the one place we didn't want to go was the cow shed, because there was dung in there. There was this angry cow in there. There was all kinds of flies in there, and it was just horrible place to be. So I never wanted to be anywhere near close to that cow shed. Growing up, when I became a priest, and when you read through the scriptures, I keep thinking, why did Christ decide? Why did Christ choose to be born in a manger? And the beautiful fact that was revealed, the beautiful truth that was revealed is that ഒരുക്കം എവിടെ ഉണ്ടോ, എവിടെ ഈ ഉണ്ണി യേശുവിനെ സ്വീകരിക്കുവാൻ ആ ഒരു സ്ഥലം ഒരുക്കിയാലും അവിടെ ഉണ്ണി യേശു ജനിച്ചിരിക്കും. അതിന് കാലിത്തൊഴുത്തായാലും സാരമില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ഉണ്ണി യേശുവിനെ സ്വീകരിക്കുവാൻ ഉള്ള ഒരു മനസ്ഥിതി ഇല്ലായിരുന്നു. Nobody was ready to accept. Nobody was ready to welcome the birth of Jesus Christ. There was a great king, Herod, mighty in his power. He had a big palace. He had so many soldiers. But he did not welcome Christ. In fact, he was threatened by the presence of this newborn child. He was not welcome. Mary and Joseph, who traveled a long way, knocked on a lot of doors to see if there was a small, tiny little place where they could lay their head, where Mary could give birth to her firstborn. There was no place. At the end of the day, the only place that was ready, that was prepared, that was given, was a dirty place, was a place of dumb animals, was a place which was unclean. പക്ഷെ അത് ഒരുക്കിയെടുത്തപ്പോൾ ഉണ്ണി യേശു അവിടെ ജനിച്ചു. അതിനെയാണ് നമ്മളൊക്കെ ക്രിസ്മസ് എന്ന് പറയുന്നത്, വലിയ പെരുന്നാൾ എന്ന് പറയുന്നത്. നാട്ടിലൊക്കെ ചെന്നാൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ ഇതിന് പറയുന്ന പേരെന്നാന്നറിയാം? ബഡാദിൻ, the great day, the great day. കാലിത്തൊഴുത്തിൽ ജനിച്ചതായ ഈ ശിശുവിന്റെ സന്തോഷത്തിൽ പങ്കെടുക്കുവാനാണ് ഞാനും നിങ്ങളും വന്നു ചേർന്നിരിക്കുന്നത്. അന്നേരം അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം ജനിക്കണം. നമ്മുടെ ഹൃദയങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും, അതിലെത്ര ചെളി ഉണ്ടായിരുന്നാലും, അതിലെത്ര വൃത്തികേടുണ്ടായിരുന്നാലും, അതെത്ര മോശപ്പെട്ട സ്ഥലമായിരുന്നാലും, നമ്മുടെ ഹൃദയത്തെ പറ്റി പറയുന്നത്, നമ്മുടെ ഹൃദയം ഒന്ന് ഒരുക്കിയെടുക്കുവാണ്. When you are ready to clean your heart, when you are ready to prepare your heart, Christ will be born. The light of God will be born. The mighty Father, the Prince of Peace, the Counselor will be born. And that is the message of Christmas. The message of Christmas is, are you prepared? Are you preparing your heart so that the light may be born in you? നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് ഒരു ഭീകരതയുടെ അന്തരീക്ഷത്തിലല്ലേ? എവിടെ നോക്കിയാലും, ഞാനൊക്കെ ഇപ്പോൾ TV നോക്കുന്നതും പത്രം വായിക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നതായ ഒരു സംഗതി. ഏത് പത്രം എടുത്തു നോക്കിയാലും, ഏത് TV ചാനൽ ഓൺ ചെയ്ത് വെച്ചാലും അതിലൊക്കെയും നല്ല വാർത്തകൾ. നോ ഗുഡ് നോവൽ എനിമോർ. നല്ല വാർത്തകൾ എങ്ങുമില്ല. ഉണ്ടോ? നല്ല വാർത്തകൾ ഉണ്ടെങ്കിൽ പോലും അത് ഈ ചാനലുകളിൽ പുറത്തു കൊണ്ടുവരാറില്ല. എത്രയോ നല്ല കാര്യങ്ങൾ നടക്കുന്നു, എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? നല്ല കാര്യങ്ങൾ ആരും അറിയാറില്ല. What we are always focusing on is the violence in this world, the bitterness in this world, the death in this world. And the problem is, we are hearing it so much, we are listening to all this so much, that we have become numb to the pain in the life of others.
We have become numb to the disasters that happen around us, the bombings that happen in different places, the floods that are happening in different places, the death that happens in different places, the shootings that happen in different places. We celebrate Christmas amidst the midst of all of this. നമ്മളൊക്കെ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ it's a joyful day, a joyful experience. But I would like to take your attention to the violence in Christmas. Do you know there's violence in Christmas? Did you know there was violence in Christmas? It was not all peaceful. It was not all about Santa Claus. It was not all about caroling. It was not so. Christmas was a festival, or the initial Christmas, the first Christmas, the original Christmas was not as peaceful as you and I think it was. There was a struggling family. There was a struggling father. There was a struggling mother. They had a long journey. They had no place to lay their head. At the end of the day, they got a manger, a dirty place. And that is where the mother delivered the firstborn. കുഞ്ഞ് ജനിച്ചിട്ടും വലിയ സമാധാനമൊന്നും ഉണ്ടാവുന്നില്ല. ഹെറോദാസ് എന്ന രാജാവ് ഈ വാർത്ത കേട്ടപ്പോൾ ഉത്തരവിട്ടു, 2 വയസ്സിന് താഴെയുള്ള ആ ദേശത്തുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലണമെന്ന ഉത്തരവ്. This is the violence of Christmas. We usually don't focus on these things because we would just like to think happy thoughts and be in happy places, which is good. But Christmas is a story of struggle, my dear brothers and sisters. And Christmas reminds us that if you see someone struggling around you, if you see pain in the life of others, if you see sorrow and death somewhere around you, you should be the one to reach out your hand and touch that person, console that person. And that is why there is a beautiful prayer of Saint Francis of Assisi. He says, "Make me a channel of your peace. Where there is darkness, let me be your light. Where there is sorrow, let me be your joy. Where there is all this brokenness, let me be the healing." This is Christmas. The moment we take our focus of all these beautiful things and focus on giving gifts to each other, buying more costly stuff, buying more stuff into the house, having a break in some relaxed place, all this is good and fine, but that is not Christmas. Christmas is you reaching out and touching somebody, you feeding the hungry, you clothing the naked, you visiting someone who is lonely, you visiting someone who has lost someone recently. That is Christmas. Bringing the joy, the true joy of Christmas can be celebrated only when we give the present of our presence. Christmas is when you give the present of our presence. ഇന്ന് നമ്മുടെ പ്രസൻസ് ഇല്ല കേട്ടോ. നമ്മുടെ പ്രസൻസ് എവിടെ ഉള്ളത്? ദിവസം മൊത്തം ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ നമ്മൾ ഏതിന്റെ മുന്നിലായിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ലാപ്ടോപ്പോ, ഏതെങ്കിലും ഒരു സെൽഫോണോ, ഏതെങ്കിലും ഒരു ടിവിയുടെ മുന്നിലായിരിക്കുന്നത്. We don't have a presence for our wives. We don't have a presence for our children. We don't have a presence for our own selves sometimes. Where do we celebrate? How are we to understand what Christmas is? We are not even able to give our presence. സാമീപ്യത്തിന്റെ ഒരു സമ്മാനം പോലും നമുക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ, മറ്റൊരാൾ പോട്ടെ, സ്വന്തം കുടുംബങ്ങളിൽ പോലും നൽകുവാൻ പ്രയാസപ്പെടുന്ന ലോകം. ഇതാണ് ഭീകരത. This is terrorism. This is terrorism. Terrorism that we create. It is not something alien. This is what we create. Christmas brings the message of breaking these habits and bringing peace and love in our own selves and in the lives of others. And that is the true norm that the angels gave the shepherds and the kings to the entire world. Thank you once again, dear sir, for giving this wonderful opportunity, and thank you for all the members of this association for inviting me and giving this opportunity. God bless you, and have a very, very blessed Christmas. Thank you. Reverend Father James Arian, ഹൃദയംഗമമായ ബഹുമാനപൂർവ്വം